ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ വയറിംഗ് ഡയഗ്രാമാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ യൂസ് ചെയ്യുന്ന കമ്പണൻസ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒന്നും കൂടെ ഈസി ആയിരിക്കും. അതേപോലെ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡി ഓയിൽ സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ വയറിങ്ങും ഹോൾഡിങ് എന്താണ്, ഇൻ്റർലോക്കിംഗ് എന്താണ്, അതെല്ലാം നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വന്നാൽ ഇന്നുകൂടി ഈസി ആയിരിക്കും ഈ കൺട്രോൾ ഡയഗ്രാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ വയറിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ കൺട്രോൾ സർക്യൂട്ടിൽ വരുന്ന കമ്പണൻസ് എന്താണെന്ന് വെച്ചാൽ ഈ സിംഗിൾ പോൾ MCB ആണ്. ഓക്കെ, കൺട്രോൾ സർക്യൂട്ടിന് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് ലൈൻ വരുന്നത് MCBയിലാണ് കണക്റ്റ് ആവുന്നത്. അതിനുശേഷം OLR വരും, ഓവർലോഡ് റിലേ. പിന്നെ വരുന്നത് സ്റ്റാർട്ടറിനെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുഷ് ബട്ടണിലാണ്, സ്റ്റോപ്പ് പുഷ് ബട്ടണിലാണ് വരുന്നത്. അതിനുശേഷം വരുന്നത് സ്റ്റാർട്ട് പുഷ് ബട്ടനാണ് ഇവിടെ. ഓക്കെ, പിന്നെ വരുന്നത് 3 കോണ്ടാക്ടേഴ്സാണ്. ഓക്കെ, മെയിൻ കോണ്ടാക്ടറും സ്റ്റാർ കോണ്ടാക്ടറും ഡെൽറ്റ കോണ്ടാക്ടേഴ്സുമാണ് പിന്നെ വരുന്നത്. പിന്നെ ഒരു ടൈമറും, ഓൺ ഡിലേ ടൈമർ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ ടൈമർ. അപ്പോൾ ഇതിൽ KM എന്ന് ഞാൻ ഓരോ കോണ്ടാക്ടറിൻ്റെയും കുറിച്ചിട്ട് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് KM എന്ന് പറഞ്ഞാൽ മെയിൻ കോണ്ടാക്ടറാണ്. KM എന്ന് പറഞ്ഞാൽ മെയിൻ കോണ്ടാക്ടർ. ഈ കാണിച്ചിരിക്കുന്നത് മെയിൻ കോണ്ടാക്ടറിൻ്റെ കോയിലാണ്. ഈ മെയിൻ കോണ്ടാക്ടറിൻ്റെ 3 ഓക്സിലറി കോണ്ടാക്ട് ഈ കൺട്രോൾ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ കോണ്ടാക്ടറിൻ്റെ ഏതൊക്കെ ഓക്സിലറി കോണ്ടാക്ട് യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഓക്സിലറി കോണ്ടാക്ടറിൻ്റെ അടുത്ത് ഞാനിവിടെ KM എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെയിൻ കോണ്ടാക്ടറിൻ്റെ ഓക്സിലറി കോണ്ടാക്ട് ഇവിടെ ഒരെണ്ണം കാണാം, നിങ്ങൾക്ക് KM എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, NO കോണ്ടാക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതേപോലെ ഇവിടെ ഒരു നോർമലി ഓപ്പൺ കോണ്ടാക്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെ വർക്കിംഗ് എന്താ വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് പുഷ് ബട്ടന് പാരലായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ കൺട്രോൾ സർക്യൂട്ടിനെ ഹോൾഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ KM നമ്മൾ ഈ നോർമലി ഓപ്പൺ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടർ ഓൺ ചെയ്യുകയാണ്, ഇത് സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ ഇത് എലിമെൻറ്റ് നോർമലി ഓപ്പൺ ആണ്. ഓക്കെ, ഇത് സ്റ്റാർട്ട് പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും, ഇവിടുന്ന് കൺട്രോൾ സപ്ലൈ വന്നിട്ട് സർക്യൂട്ട് എനർജൈസ് ആവും. പിന്നെ ഈ പുഷ് ബട്ടൺ നമ്മൾ കൈ പിൻവലിക്കുമ്പോൾ അത് തിരിച്ച് നോർമലി ഓപ്പൺ ആവും. അപ്പോൾ ഇവിടുന്നുള്ള സപ്ലൈ ഡിസ്കണക്റ്റ് ആവും. ഓക്കെ, ആ സമയത്തിന് ഇത് പുഷ് ബട്ടൺ പ്രസ് ചെയ്ത വഴി നമ്മൾ സ്റ്റാർ കോണ്ടാക്ടറും മെയിൻ കോണ്ടാക്ടറും എനർജൈസ് ആവും. ആ സമയത്ത് ഇവിടെ ഈ കോണ്ടാക്ട് ക്ലോസ് ആവും. അപ്പോൾ ഈ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് നമ്മുടെ പുഷ് ബട്ടണിൽ നിന്ന് കൈയെടുത്താലും ഈ കൺട്രോൾ സർക്യൂട്ടിലേക്ക് നമുക്ക് സപ്ലൈ ഇവിടുന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ കോണ്ടാക്ട് നമ്മൾ മെയിൻ കൺട്രോൾ സർക്യൂട്ട് ഹോൾഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തൊരു നോർമലി ഓപ്പൺ കോണ്ടാക്ട്, അതായത് മെയിൻ കോണ്ടാക്ടറിൻ്റെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് മെയിൻ കോണ്ടാക്ടറിനെ ഹോൾഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തിനാണ് ഹോൾഡ് ചെയ്യിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മെയിൻ കോണ്ടാക്ടർ ആദ്യം തന്നെ എനർജൈസ് ആവുന്നത് സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ ഓക്സിലറി കോണ്ടാക്ട് വഴി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും KSൻ്റെ ഈ നോർമലി ഓപ്പൺ വഴിയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മുടെ കോണ്ടാക്ടറിലേക്ക് സപ്ലൈ വന്നിരിക്കുന്നത്. അതായത് സ്റ്റാർ കോണ്ടാക്ടർ എനർജൈസ് ആകുമ്പോൾ ഈ കോണ്ടാക്ട് ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ മെയിൻ കോണ്ടാക്ടർ എനർജൈസ് ആവും. പിന്നെ കുറച്ച് സെക്കൻഡിന് ശേഷം നമ്മുടെ സ്റ്റാർ കോണ്ടാക്ടർ ഡി എനർജൈസ് ആയി കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഓപ്പൺ ആവും. അപ്പോൾ നമ്മുടെ കോണ്ടാക്ടർ ഡി എനർജൈസ് ആവാൻ പാടില്ല, മെയിൻ കോണ്ടാക്ടർ ഹോൾഡ് ആയിട്ട് തന്നെ ഇരിക്കണം, സ്റ്റാർ കോണ്ടാക്ടർ മാത്രം ഡിസ്കണക്ട് ആവും. അപ്പോൾ മെയിൻ കോണ്ടാക്ടർ ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഡി എനർജൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോണ്ടാക്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത നോർമലി ഓപ്പൺ കോണ്ടാക്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. ഇതെന്തിനാന്ന് വെച്ചാൽ സ്റ്റാർട്ട് റൺ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മെയിൻ കോണ്ടാക്ടർ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേഷൻ ലാമ്പ് ഓൺ ആവും അവിടെ, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കോണ്ടാക്ടർ എന്നാൽ KD എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡെൽറ്റ കോണ്ടാക്ടറാണ്. KD എന്ന് എഴുതിയിരിക്കുന്നത് ഡെൽറ്റ കോണ്ടാക്ടറാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു നോർമലി ക്ലോസ് ഓക്സിലറി കോണ്ടാക്ട് മാത്രമാണ് ഈ കൺട്രോൾ സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ നോർമലി ക്ലോസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റർലോക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് സപ്ലൈ വരുന്നത് ഈ ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ NC വഴി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഈ നോർമലി KDൻ്റെ അതായത് ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ നോർമലി ക്ലോസ് വഴിയാണ് ഇത് ഈ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് സപ്ലൈ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കോണ്ടാക്ടർ എന്നത് സ്റ്റാർ കോണ്ടാക്ടറാണിത്. ഈ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ നമ്മൾ രണ്ട് നോർമലി ഒരു നോർമലി ഓപ്പണും ഒരു നോർമലി ക്ലോസ് ഓക്സിലറി കോണ്ടാക്റ്റ് നമ്മൾ ഈ കൺട്രോൾ സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഒരെണ്ണം നോർമലി ക്ലോസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ്റർലോക്കിങ്ങിന് വേണ്ടിയിട്ട്. ഈ ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് സപ്ലൈ വരുന്നത് ഈ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ NC വഴിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതുണ്ടല്ലേ, ഇത് ഡെൽറ്റ കോണ്ടാക്ടറാണ്. ഈ ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ കോയിലിന് മുമ്പ് നമ്മൾ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ NC വഴിയാണ് ഇതിൻ്റെ കോയിലിലേക്ക് സപ്ലൈ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ നോർമലി ഓപ്പൺ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ മെയിൻ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് സപ്ലൈ വരുന്നത് ആദ്യം തന്നെ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ നോർമലി ഓപ്പൺ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 കോണ്ടാക്ടറിൻ്റെ ഓക്സിലറി കോണ്ടാക്ട് നമ്മൾ ഈ കൺട്രോൾ സർക്യൂട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈമറാണ് ഇത് ടൈമറിൻ്റെ കോയിലാണിത്. ഓക്കെ, ഇതിൻ്റെ ടൈമറിൻ്റെ ഒരു NC ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. NC നമ്മൾ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ കോയിലിന് സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് ആദ്യം തന്നെ ടൈമറിൻ്റെ NC വഴിയാണ് വരുന്നത്. ടൈമറിൻ്റെ NC വഴി ഡെൽറ്റയുടെ NC വഴി സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ കോയിലിൽ വരും. പിന്നെ നമ്മൾ ടൈമറിൻ്റെ NO യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഡെൽറ്റ കോണ്ടാക്ടർ വഴിയാണ്. ഓക്കെ, സ്റ്റാർട്ടർ ഓൺ ചെയ്ത വഴി ഒരു 8 സെക്കൻഡ് അല്ലെങ്കിൽ ഇതിൽ ടൈമറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം കഴിഞ്ഞാൽ ഈ പോയിന്റ് ടൈമറിൻ്റെ NC ഉള്ളത് N ആവും, ഈ N ഉള്ളത് NC ആവും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ കോണ്ടാക്ടറിലേക്ക് കോയിലിലേക്ക് സപ്ലൈ വരുന്നത് ടൈമറിൻ്റെ NO വഴിയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർ ഡെൽറ്റ കൺട്രോൾ ഇത് എങ്ങനെ വർക്കാവുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ താഴത്ത് ഈ N എഴുതിയിരിക്കുന്നത് ന്യൂട്രൽ ലൈനാണ്. ഈ ന്യൂട്രൽ ലൈൻ എല്ലാ കോണ്ടാക്ടറിൻ്റെയും കോയിലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടൈമറിൻ്റെ കോയിലിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേഷൻ ലാമ്പിലും ഡയറക്റ്റ് ന്യൂട്രൽ ലൈന് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഫേസിനാണ്. ഓക്കെ, ഫേസ് വന്നിട്ട് MCBയിൽ വരും. MCBയുടെ ഔട്ട് എടുത്തിട്ട് ഓവർലോഡ് റിലേയുടെ നോർമലി ക്ലോസിൽ വരും. അതിനുശേഷം സ്റ്റോപ്പ് പുഷ് ബട്ടണിൽ വരുന്നുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ അവിടെ വന്ന് കിടപ്പുണ്ട്. സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ ഇൻപുട്ടിലുണ്ട്. അതേപോലെ ഈ മെയിൻ കോണ്ടാക്ടറിൻ്റെ ഓക്സിലറി കോണ്ടാക്ട് നോർമലി ഓപ്പണിൽ വന്ന് കിടപ്പുണ്ട്. MCB ഓൺ ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ സപ്ലൈ ഇതുവരെ വന്ന് കിടക്കും. ഇവിടെയും ഉണ്ടാവും, മെയിൻ കോണ്ടാക്ടിൻ്റെ ഒരു ഓക്സിലറി കോണ്ടാക്ടിൻ്റെ ഇൻപുട്ടിലുണ്ടാവും. അതേപോലെ സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ ഇൻപുട്ടിലും വന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കൺട്രോൾ സപ്ലൈ ഇതുവഴി വന്നിട്ട് നമ്മുടെ സ്റ്റാർ കോണ്ടാക്ടറും എനർജൈസ് ആവും. ഓക്കെ, അതേപോലെ ഈ ടൈമറും സ്റ്റാർ ഡെൽറ്റ ടൈമറും എനർജൈസ് ആവും, ടൈമറും വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബാക്കിയുള്ള കോണ്ടാക്ടിൻ്റെ ഇവിടെ എല്ലാം കൺട്രോൾ സപ്ലൈ ബാക്കി പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം കൺട്രോൾ സപ്ലൈ വന്ന് കിടപ്പുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഓപ്പൺ ആയത് കാരണം കൊണ്ട് ഈ കോണ്ടാക്ടറൊന്നും എനർജൈസ് ആവില്ല. മെയിൻ കോണ്ടാക്ടറും അതേപോലെ ഡെൽറ്റ കോണ്ടാക്ടറും ഇതൊന്നും എനർജൈസ് ആവില്ല. കൺട്രോൾ സപ്ലൈ എല്ലാം ഇവിടെ വന്ന് കിടക്കുള്ളൂ. ഇതെല്ലാം കോണ്ടാക്ട് എല്ലാം ഓപ്പൺ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ക്ലോസ് ഉള്ളത് ഇത് മാത്രം ടൈമറിൻ്റെ NC വഴി ഈ ഡെൽറ്റൻ്റെ NC വഴി സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്കാണ് സപ്ലൈ കിട്ടുന്നത്. ഇത് പിന്നെ ടൈമറിൻ്റെ കോയിലിലേക്ക് ഡയറക്റ്റ് സപ്ലൈ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കാരണം കൊണ്ട് ഈ സ്റ്റാർ കോണ്ടാക്ടർ മാത്രം എനർജൈസ് ആവും. ഓക്കെ, പിന്നെ ഈ സ്റ്റാർ കോണ്ടാക്ടർ എനർജൈസ് ആയി കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട് ഇവിടെ ക്ലോസ് ആവും. ഈ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ നോർമലി ഓപ്പൺ ഇവിടെ നോർമലി ക്ലോസ് ആവും. ഇവിടുന്ന് കൺട്രോൾ സപ്ലൈ വന്നിട്ട് മെയിൻ കോണ്ടാക്ടറും എനർജൈസ് ആവും. ഇതെല്ലാം വിത്തിൻ സെക്കൻഡ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ മെയിൻ കോണ്ടാക്ടർ എനർജൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഹോൾഡിംഗ് കോണ്ടാക്റ്റും ഈ മെയിൻ കോണ്ടാക്ടറിൻ്റെയാണ് ഇത് നോർമലി ഓപ്പൺ. ഇതും NC ആവും, ഇതും ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ പുഷ് ബട്ടണിൽ കൈ എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഈ കൺട്രോൾ സർക്യൂട്ടിലേക്ക് സപ്ലൈ ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ കോണ്ടാക്ടറും സ്റ്റാർ കോണ്ടാക്ടറും എനർജൈസ് ആണ്. ഇനിയുള്ളത് ഡെൽറ്റ കോണ്ടാക്ടറാണ്. ഈ ടൈമർ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട് ഇവിടെ ഓപ്പൺ ആവും. ഈ സ്റ്റാറിലേക്ക് പോകുന്ന ഈ നോർമലി ക്ലോസ് ഇവിടെ നോർമലി ഓപ്പൺ ആവും. ഈ കോണ്ടാക്ട് ഇവിടെ ക്ലോസ് ആവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ സ്റ്റാർ കോണ്ടാക്ടർ ഡീഎനർജൈസ് ആവും. സെയിം ടൈമിൽ ഈ സ്റ്റാർ ഡെൽറ്റ ടൈമറിൻ്റെ നോർമലി ക്ലോസ് ആയിട്ട് ഈ സ്റ്റാർ കോണ്ടാക്ടർ ഓൾറെഡി ഡീഎനർജൈസ് ആയുള്ളൂ. ഈ സ്റ്റാർ കോണ്ടാക്ടർ ഡീഎനർജൈസ് ആയതിനു ശേഷം മാത്രമേ ഈ ഡെൽറ്റ കോണ്ടാക്ടർ എനർജൈസ് ആവുള്ളൂ. ഓക്കെ, കാരണം ഈ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ NC വഴിയാണ് കോയിലിലേക്ക് സപ്ലൈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ റൺ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ മെയിൻ കോണ്ടാക്ടർ ഇവിടെ എനർജൈസ് ആയി കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റും ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫേസ് വന്നിട്ട് ഈ റൺ ഇൻഡിക്കേഷൻ ഓൺ ആവും. ഓക്കെ, ഇൻഡിക്കേഷൻ ലാമ്പിലേക്ക് ഓൾറെഡി ഇവിടെ ന്യൂട്രലിൽ ഡയറക്റ്റ് വന്ന് കിടപ്പുണ്ട്.
ഫേസ് ഈ മെയിൻ കോൺടാക്റ്റിൻ്റെ നോർമലി ഓപ്പൺ ക്ലോസ് ആയി കഴിഞ്ഞിട്ട് ഫേസ് ഇതുവഴി വന്ന് ഇൻഡിക്കേഷൻ ഓൺ ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.